ഇന്ത്യയുടെ തന്നെ പേൾ സിറ്റി ആയ ഹൈദരാബാദിലേക്കാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊച്ചിയിൽ നിന്നാണ് നമ്മുടെ ട്രാവൽ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ട്രാവൽ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ എല്ലാ സ്ഥലത്തും ട്രെയിൻ അവൈലബിൾ ആയിരിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ട്രെയിനിൻ്റെ സ്റ്റോപ്പ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ടൗണിൽ നിന്ന് ട്രെയിൻസ് പുറപ്പെടുന്നുണ്ട് ഹൈദരാബാദിലേക്ക്. ശബരി എക്സ്പ്രസ് അല്ലെങ്കിൽ കൊയിലോൺ സ്പെഷ്യൽ എക്സ്പ്രസ്സിലേക്ക് ഒരു 700 റുപ്പീസ് നമുക്ക് ടിക്കറ്റിന് വരുന്നുള്ളൂ. പക്ഷെ 1 ഡേ ടൈം നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ബസ്സിലാണെങ്കിൽ തന്നെ 20 hours അപ് ടു 20 hours വരെ വരുന്നുണ്ട് ബസ്സിൽ ജേർണി വരുന്നത്. ഇനി പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് പ്ലെയിനും അവൈലബിൾ ആണ്. ബിർള മന്ദിർ, ഗോൾക്കൊണ്ട ഫോർട്ട്, ചാർമിനാർ, നെഹ്റു സുവോളജിക്കൽ പാർക്ക്. നമ്മൾ ഈ ട്രാവലിൽ രജിത്ത് പറഞ്ഞ പോലെ തന്നെ ബിർള മന്ദിർ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യൂസ്, ഭയങ്കര ഒരു ഹിൽ ടോപ്പ് പോലത്തെ ഒരു പ്ലേസിലാണ് മന്ദിർ ഇരിക്കുന്നത്. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയുടെ വ്യൂ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും. ഇതിൽ നമ്മൾ ഗോൾക്കൊണ്ട ഫോർട്ട് പ്ലാൻ ചെയ്യുമ്പം ഒരു ഫുൾ ഡേ പ്ലാനായിട്ട് തന്നെ പോവുക. കാരണം അത്രയും നമുക്ക് അവിടെ കാണാനുണ്ട്. പോകുമ്പം നമ്മൾ തനിച്ച് പോയി എല്ലായിടും കാണാതെ ഒരു ഗൈഡിൻ്റെ ഹെൽപ്പോടുകൂടി എടുക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലായിരിക്കും നമുക്ക് പഴയ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കി എങ്കിൽ നമുക്ക് ആ ഫോർട്ടിനെ കുറിച്ചിട്ടുള്ളൊരു പിക്ചർ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളിതൊരു ഓർഡറായിട്ട് തന്നെയാണ് ഈ സ്ഥലങ്ങളുടെ ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബിർള മന്ദിർ ടച്ച് ചെയ്തു, രണ്ടാമത് ഗോൾക്കൊണ്ട ഫോർട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും നല്ല ഇവിടുത്തെ ഒരു ഫുഡ് കഴിക്കാൻ ഹൈദരാബാദ് ബിരിയാണി വളരെ പോപ്പുലറാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് താല്പര്യമുള്ളവർക്ക് ആ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യാം. അടുത്തൊരു പ്ലേസിലേക്ക് നമ്മളിവിടുന്ന് മൂവ് ചെയ്യുന്നത് ചാർമിനാറാണ്. ചാർമിനാർ നമ്മളെപ്പോഴും പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി അങ്ങനെ പോകാനായിട്ട് ശ്രമിക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ എല്ലാം കിട്ടുന്ന ഒരു ഇൻഡോ മുഗളൻ ആർക്കിടെക്ചർ തന്നെയാണ് ചാർമിനാർ. വളരെ രസം തന്നെയാണ്. നമുക്കവിടെ ഒരു 400 years ഓൾഡായിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണ് ചാർമിനാർ വരുന്നത്. നമുക്ക് ധാരാളം ഫോട്ടോസൊക്കെ എടുക്കാനും പിന്നെ അതിൻ്റെ ചുറ്റും മാർക്കറ്റ് ഉണ്ട്. വളരെ ചീപ്പായിട്ടുള്ള രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഡ്രസ്സ്, അതുപോലെ തന്നെ ഷൂ, അങ്ങനെ ബാഗുകൾ, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഒരു പർച്ചേസ് ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ വെറൈറ്റി ഓപ്ഷൻസ് ഒക്കെ എടുക്കാം. പിന്നെ ഇവിടുത്തെ നല്ല അത്തറുകൾ, ധൂപങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുപാടുള്ള കടകളിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാം. നമ്മുടെ ഈ ചാർമിനാറിന് ചുറ്റും ധാരാളം കടകളൊക്കെ ഉണ്ട്. അതിൽ ചായ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു സജഷൻ നമുക്ക് തരാനുണ്ട്. നിങ്ങൾ കോഫിയൊക്കെ അടിക്കുന്നവരാണെങ്കിൽ ഇറാനി ചായ വളരെ പോപ്പുലറാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മളിവിടെ ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. ഇറാനി ചായയും ഒസ്മാനി ബിസ്ക്കറ്റും ഇവിടെ പല കടകളിലും കിട്ടും. നമ്മളൊന്ന് മേടിച്ച് ട്രൈ ചെയ്യുക. ഇത് ഹൈദരാബാദിന് മാത്രം ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് കേട്ടോ.
നമ്മൾ ഹൈദരാബാദ് ട്രിപ്പ് അവസാനിക്കുന്ന ലാസ്റ്റ് നമ്മളെടുത്തിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നെഹ്റു സുവോളജിക്കൽ പാർക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജീപ്പിൽ ഒരു സഫാരിയെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് നേരത്തെ തന്നെ എടുക്കണമെങ്കിലോ പിന്നെ ഓൺലൈനൊക്കെ തന്നെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ പാർക്ക് മാത്രമായിട്ട് കാണണമെങ്കിൽ നമുക്ക് അങ്ങനെ കാണാം, ധാരാളം മൃഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതല്ല സഫാരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരകത്ത് നമ്മൾ ജീപ്പിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരും. അപ്പോൾ മൃഗങ്ങളെയൊക്കെ നമുക്ക് തൊട്ടടുത്തൊക്കെ തന്നെ കാണാൻ പറ്റും. നല്ല വെള്ള പുലിയെയൊക്കെ നമ്മളങ്ങനെ കാണാത്തതാണ്, പക്ഷെ നമുക്ക് ആ വൈറ്റ് ടൈഗറിനെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലയൺ, പിന്നെ ഹിപ്പോപ്പൊട്ടാമസ്, അങ്ങനെ കുറേ മൃഗങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഈ ട്രിപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഹൈദരാബാദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ മിസ് ചെയ്യാതെ കാണാതിരിക്കുക. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വ്ലോഗ്.